വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും കിഴക്കോട്ട് നോക്കിയാലും പടിഞ്ഞാറോട്ട് നോക്കിയാലും ഒക്കെ പച്ചമാങ്ങ തന്നെ അല്ലേ. അപ്പോൾ ഈ പച്ചമാങ്ങ വെറൈറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സാധനം കേട്ടാ പച്ചമാങ്ങ റൈസ്. ഇത്ര അത്ഭുതത്തോടെ നോക്കൊന്നും വേണ്ടട്ടാ, സംഭവം ഒരു അടാറായിട്ടാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പാനിലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം കടുക് ഉഴുന്നിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ പുറകെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തോളൂ കേട്ടാ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ നല്ല പൊടി 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 പൊടിയായിട്ട് ചെറിയുള്ളി ചേർത്തിട്ടേ ഒന്നങ്ങോട്ട് വഴറ്റിയതിന് ശേഷം നല്ല കുനുകുനാന്നരിഞ്ഞ പച്ചമാങ്ങ പച്ചമുളകൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടാ. അറഞ്ചും പുറഞ്ചൊരു 3-4 മിനിറ്റ് ഇതും അങ്ങോട്ട് വഴറ്റിക്കോളൂ കേട്ടാ. എന്നിട്ട് വേണം നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായത്തിൻ്റെ പൊടി ഇത്രയായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ പൊടികളൊന്നും ചേർക്കൊന്നും വേണ്ട കേട്ടോ, ഇതെൻ്റെ ഇച്ചിരി അധികമാണെങ്കിലേ ഉള്ളൂ. ഇനി ഈ പൊടികളുടെ ആ ഒരു പച്ചമുളക് അങ്ങോട്ട് മാറി വരുമ്പോണ്ടല്ല നമ്മൾ ആ ഉച്ചയ്ക്ക് കഴിക്കാറുണ്ടാക്കിയിരിക്കുന്ന ചോറില്ലേ, അത് മട്ട റൈസ് എങ്കിൽ അങ്ങനെ, വൈറ്റ് റൈസ് എങ്കിൽ അങ്ങനെ, ഇത് മസാല റൈസ് ആട്ടാ. ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു റൈസാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അതും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി ഏറ്റവും ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചോളൂ കേട്ടോ. നല്ലൊരു ആവി ഇങ്ങോട്ട് കയറി വന്നാൽ ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്താലും നമ്മുടെ പച്ചമാങ്ങ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു മാങ്ങച്ചാറും ചോറും ഒക്കെ കഴിക്കൂലേ, അതിൻ്റെയൊക്കെ ഒരു ഏകദേശം ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. അങ്ങനെ ഒരുപാട് പുളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഇഷ്ടമായെങ്കിൽ താഴത്ത് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടാ. ഇഷ്ടമായില്ലെങ്കിലും പറഞ്ഞോ, എനിക്ക് കുറച്ച് വിഷമൊക്കെ ആവും, എന്നാലും ഞാൻ അങ്ങോട്ട് ക്ഷമിക്കും. ഇതിൻ്റെ ആ ഒരു സൈഡിലുണ്ടല്ലോ ഒട്ടും പുളിയില്ലാതെ നല്ല കട്ടത്തൈരായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതും നമ്മളുടെ ആ ഒരു പച്ചമാങ്ങ റൈസും അടിപൊളി കോമ്പിനേഷനാണ്.